ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂരിലെത്തി. കനത്ത മഴ കാരണം രാവിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. തുടർന്ന് ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉപരാഷ്ട്രപതി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുബൈർ ചേരുന്നു. സുബൈർ, എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രിയങ്ക, ഗുരുവായൂരിലേത് അഭിമാന നിമിഷമാണ്. രാജ്യത്തിന്റെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പത്നി സുദേശ ധൻകറിനൊപ്പം ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ മടങ്ങുന്നതാണ്. ഇന്ന് രാവിലെ 8:40 എത്തുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം ഗുരുവായൂരിലെത്തിയ ഹെലികോപ്റ്ററിന് ഹെലിപ്പാഡിൽ ഇറങ്ങാനായില്ല. കൊച്ചിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം കൊച്ചിയിലെ 2 ചടങ്ങിൽ പങ്കെടുത്ത ശേഷം 12:45 ഉപരാഷ്ട്രപതി ഗുരുവായൂരിലേക്ക് തിരിച്ചത്. 1 മണിയോടെ ഹെലിപ്പാഡിലെത്തിയ അദ്ദേഹം 1:15 ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതിനുശേഷം കാറിൽ കയറിയതിനു ശേഷം മഴ ശക്തമായി. കൊരിച്ചെരിയുന്ന മഴയെ അവഗണിച്ചും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം, പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉപരാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി. അതിനുശേഷം മഴ ചെറിയ രീതിയിൽ ചാറ്റലുണ്ടായിരുന്നു. ചാറ്റൽ മഴയത്ത് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നത് ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്താനാണ്. 5 മിനിറ്റ് നേരം അദ്ദേഹം വസ്ത്രം മാറാനും മറ്റു കാര്യങ്ങൾക്കുമായി ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ ചെലവഴിച്ചു. അതിനുശേഷം 1:20 കൂടെ തന്നെ അദ്ദേഹം ബഗ്ഗി ഒഴിവാക്കി പകരം കാറിൽ, ഉപരാഷ്ട്രപതിയുടെ കാറിൽ തന്നെയാണ് ക്ഷേത്ര നടയിലെത്തിയത്. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അതിനുശേഷം ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മടങ്ങും. പ്രിയങ്ക. ശരി സുബൈർ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉപരാഷ്ട്രപതി ഗുരുവായൂരിലെത്തി ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ വിവരങ്ങളാണ് സുബൈർ നൽകിയത്.